الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഇത് മഴക്കാലമാണ്. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു അനുഗ്രഹീത മാസമാണിത്, അല്ലെങ്കിൽ അനുഗ്രഹീത കാലമാണ്. മഴയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കിത്തരുന്നതിനെ കുറിച്ച് മാഅൻ മുബാറക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അനുഗ്രഹീതമായ ജലം, അനുഗ്രഹീതമായ മനുഷ്യന് ഉപകാരപ്പെടുന്ന ഏറെ ആവശ്യമുള്ള ഒന്നാണ് മഴവെള്ളം എന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ മഴവെള്ളം ഒരു മഴ അനുഗ്രഹമാണ്. അല്ലാഹു തആല അതിന് കണക്കാക്കിയിട്ടുള്ള നിശ്ചിതമായ ഒരളവിൽ അത് ഇറക്കുകയും ചെയ്യുന്നു. അല്ലാഹു പറയുന്നു, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ. അല്ലാഹു തആല ഉപരിലോകത്ത് നിന്ന് ഒരു നിശ്ചിത അളവിൽ വെള്ളം ഇറക്കിത്തരുന്നു. എന്നിട്ട് അല്ലാഹു വഅൻസൽനാഹു ഫിൽ അർദ് ഫഅസ്കന്നാഹു ഫിൽ അർദ്, അതിനെ നാം ഭൂമിയിൽ തങ്ങി നിർത്തുകയും ചെയ്യുന്നു. വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ, അതിനെ വറ്റിച്ചു കളയാൻ അല്ലാഹു കഴിവുള്ളവനാകുന്നു എന്ന്. അപ്പൊ മഴ പെയ്യിപ്പിച്ചു തരുന്നത് അല്ലാഹുവാണ്. അത് ഒരു നിശ്ചിത അളവും നിശ്ചിതമായ കണക്കുമനുസരിച്ച് അല്ലാഹു ഇറക്കിത്തരുന്നു. അത് ഇല്ലാതാക്കുവാനും വറ്റിച്ചു കളയുവാനും അല്ലാഹുവിന് സാധിക്കുമെന്ന് സൂറത്തു അൽ മുഅ്മിനൂൻ 18-ാമത്തെ ആയത്താണിത്. സൂറത്തുൽ ഫുർഖാനിൽ വഹുവല്ലദീ അർസല റിയാഹ ബുശ്റൻ ബൈന റഹ്മതി, അവനാണ് അവന്റെ കാരുണ്യത്തിന്റെ സന്തോഷവാർത്തയുമായി അല്ലെങ്കിൽ സന്തോഷവർത്തമാനമായി കാറ്റിനെ അയച്ചുവിടുന്നത്. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറ, നാം ആകാശത്ത് നിന്ന് ശുദ്ധമായ ജലം ഇറക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ ശുദ്ധമായ ജലമാണെന്ന് പറയും. ജലം നമ്മൾ കുടിക്കുന്ന വെള്ളം, ഇപ്പൊ കിണറിലെ വെള്ളമുണ്ട്, കുളത്തിലെ വെള്ളമുണ്ട്, അരുവികളുടെ വെള്ളമുണ്ട്, പുഴയിലും കടയിലും ഒക്കെ വെള്ളമുണ്ട്. എന്നാൽ ഏറ്റവും ശുദ്ധമായ ജലം അത് അല്ലാഹു തആല ഇറക്കിത്തരുന്ന, ആകാശത്ത് നിന്ന് ഇറക്കിത്തരുന്ന വെള്ളമാകുന്നു എന്ന്. ആ വെള്ളത്തെക്കുറിച്ചാണ് വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറക്കൻ ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ്, ആകാശത്ത് നിന്ന് അല്ലാഹു തആല അനുഗ്രഹമുള്ള ബർക്കത്തുള്ള ജലം ഇറക്കിത്തരുന്നു. എന്നിട്ട് അല്ലാഹു തന്നെ അതുകൊണ്ട് പല തരത്തിലുള്ള തോട്ടങ്ങളും അതുപോലെ കൊയ്തെടുക്കുന്ന ധാന്യങ്ങളും അതിനുള്ള
ചെടികളും ഒക്കെ അല്ലാഹു തആല വളർത്തിത്തരുകയും ചെയ്യുന്നു. വെള്ളം മനുഷ്യ ജീവിതത്തിന്റെ അനിവാര്യമായ ഒരു കാര്യമാണ്. അതെങ്ങാൻ വറ്റിപ്പോയാൽ ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉക്കും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. അല്ലാഹു സൂറത്തുൽ മുൽക്കിലെ 30-ാമത്തെ ആയത്താണിത്. അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ വെള്ളം എങ്ങാനും അത് വറ്റിപ്പോയാൽ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, നിങ്ങൾക്ക് ഉറവുജലം, ഒഴുകുന്ന ഉറവുജലം ആരാണ് പിന്നെ നിങ്ങൾക്ക് കൊണ്ടുവരിക? അപ്പൊ അല്ലാഹു തആല മഴ പെയ്യിപ്പിക്കുന്നു, ആ വെള്ളം ഭൂമിയിൽ തടഞ്ഞു നിർത്തുന്നു, ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്നു, നമുക്ക് കുടിക്കാനുള്ള വെള്ളമായി ഇവിടെ കിണറുകളിലും അരുവികളിലും മറ്റും അത് നിക്ഷേപിച്ചു വെക്കുകയും ചെയ്യുന്നു. ഈ വെള്ളം വറ്റിപ്പോയാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാന്നല്ലാതെ. മഴയില്ലാതാകുമ്പോഴേ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇല്ല, അതല്ലാതെ വേറെ നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടത്തിനാണ്. അല്ലാഹു തആല പറയുന്നുണ്ട്, നിങ്ങൾ നോക്കൂ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം, ആ വെള്ളം വറ്റിപ്പോയാൽ, അല്ലെ വെള്ളം ഇല്ലാതിരുന്നാൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് പിന്നെ വെള്ളം കിട്ടുക എന്ന്. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം നോക്കൂ, അതാരാണ് ഇറക്കിത്തര? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, മേഘത്തിൽ നിന്ന് അത് ഇറക്കുന്നത് നിങ്ങളാണോ അതല്ല ഞാനാണോ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. ഏതൊരു വിഷയത്തെക്കുറിച്ചും നമ്മൾ ആലോചിക്കുമ്പോൾ, പഠനം നടത്തുമ്പോൾ അതിന്റെ അനിവാര്യതയും ആവശ്യകതയും പ്രപഞ്ചത്തിൽ അത് ഉണ്ടാക്കി വച്ചിട്ടുള്ള അത്ഭുതകരമായ സംവിധാനവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ ഫസലകഹു യനാബിഅ ഫിൽ അർദ്. സൂറത്ത് സുമറിലെ 21-ാമത്തെ ആയത്ത്. നീ നോക്കൂ, അല്ലാഹു തആല ആകാശത്ത് നിന്ന് മഴ ഇറക്കി തന്നു, എന്നിട്ട് ആ മഴവെള്ളം ഭൂമിയിലുള്ള ഉറവകളിൽ അല്ലാഹു തആല അതിനെ ആക്കുകയും ചെയ്തു. ഇതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നതല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഴയെക്കുറിച്ച് പറയുന്നുണ്ട്, അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബ, അല്ലാഹു തആല മേഘങ്ങളെ തെളിച്ചുകൊണ്ട് പോകുന്നു. മേഘമുണ്ടാകുന്നത് അത് വേറൊരു ശാസ്ത്രമാണ്. ഈ ഭൂമിയിലെ വെള്ളവും ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങളും ആ വെള്ളം ഉപയോഗിച്ച് മനുഷ്യൻ ജീവിക്കുന്നു, ഭൂമിയുടെ സന്തുലിതാവസ്ഥയും ഒക്കെ വലിയ വിഷയങ്ങളാണ്, വെള്ളവുമായി ബന്ധപ്പെട്ടതാണ്. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബ, അല്ലാഹു തആല മേഘങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്നത് നീ കണ്ടില്ലേ? സുമ്മ യുഅല്ലിഫു ബൈനഹു, എന്നിട്ട് ഈ മേഘങ്ങളെ അല്ലാഹു തആല കൂട്ടിച്ചേർക്കുന്നു. സുമ്മ യജ്അലുഹു റുഖാന, പിന്നെ അതിനെ അട്ടിക്കട്ടിക്കാക്കുന്നു. എന്നിട്ട് ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി, അതിനിടയിലൂടെ മഴ പെയ്യുന്നത് നീ കാണുകയും ചെയ്യുന്നു. അപ്പം കാർമേഘങ്ങൾ ഉണ്ടാവുന്നു, അതിനെ അല്ലാഹു തആല ആകാശത്ത് തെളിച്ചുകൊണ്ടുപോകുന്നു, അത് തമ്മിൽ കൂട്ടിച്ചേർക്കുന്നു, എന്നിട്ട് അട്ടിയട്ടിയായി അത് മാറുന്നു, അതിനിടയിലൂടെ മഴ പെയ്യുകയും ചെയ്യുന്നു. യുനസ്സിലു മിനസ് സമായി, ആകാശത്ത് നിന്ന് മിനൽ ജിബാലി വയൻസിലു മിനസ് സമായി മിനൽ ജിബാലി മിൻ ജിബാലി ഫീഹാ മിൻ ബറദിൻ, അതിലുള്ള മേഘം പോലുള്ള ഈ മേഘം പർവ്വതം പോലുള്ള ഈ മേഘക്കൂട്ടങ്ങളിൽ നിന്ന് അൽ വദക്ക മിൻ ബറദിൻ, അതിൽ നിന്ന് ബറദ് എന്ന് പറഞ്ഞാൽ ആലിപ്പഴം, മഞ്ഞുകട്ട അതിൽ നിന്ന് ഇറങ്ങുന്നു. ഫയുസീബു ബിഹി മൻ യശാ, അത് അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകളുടെ മേൽ ചെന്ന് പതിക്കുന്നു. വയസ്രിഫു അമ്മൻ യശാ, അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന ആളിൽ നിന്ന് അത് മാറ്റുകയും ചെയ്യുന്നു. അപ്പൊ മഴയുണ്ടാകുന്നത് എങ്ങനെ? അതിൽ ഐസ് കട്ടകൾ, മഞ്ഞുകട്ടകൾ ഉണ്ടായി ഭൂമിയിലേക്ക് വീഴുന്നതെങ്ങനെ? കാർമേഘമുണ്ടാകുന്നതെങ്ങനെ? അതിനെക്കുറിച്ചൊക്കെയാണ് ഈ പറയുന്നത്. ഈ പറഞ്ഞ സംഗതികളൊന്നും ഇവിടെയുള്ള മനുഷ്യരോ അവരുണ്ടാക്കിയ ഗവേഷണ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരോ
ഒന്നും ചെയ്യുന്നതല്ല. ഇതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ അനുഗ്രഹങ്ങൾ, അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ പല സന്ദർഭത്തിലും അള്ളാഹു തആല തിരിച്ചെടുക്കാറുണ്ട്. പലപ്പോഴും മനുഷ്യന്റെ കഴിവുകേടും മനസ്സിലാക്കാൻ ഈ വ്യവസ്ഥയിൽ മാറ്റവും ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് പരീക്ഷണങ്ങളായി നാം കാണണം. നമ്മുടെ ഈമാനിനെയും നമുക്ക് അല്ലാഹുവിലുള്ള ദൃഢമായ വിശ്വാസത്തെയും അത് നമ്മെ ബോധ്യപ്പെടുത്താനാണ് ആ വ്യത്യാസം വരുന്നത്. അതുകൊണ്ടാണ് മഴക്കാലത്ത് മഴയുടെ ഫലമായി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്, അതിവർഷമുണ്ടാകുന്നത്, വെള്ളപ്പൊക്കമുണ്ടാകുന്നത്, വെള്ളപ്പൊക്കം മൂലം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൽ കുറേ കാര്യങ്ങൾ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ഇന്നലെ മനോരമ പത്രത്തിൽ ഇത് സംബന്ധമായി നല്ല ഒരു ശാസ്ത്ര ലേഖനമുണ്ട്. നിങ്ങളത് വായിക്കുന്നത് നന്നാവും. ഇന്നലെ വ്യാഴാഴ്ചത്തെ പത്രത്തിൽ അതിൽ ഇതെല്ലാം പറയുന്നുണ്ട്. ഈ ഭൂമി അള്ളാഹു നിശ്ചയിച്ചു തന്ന ഒരു വ്യവസ്ഥയില്ലേ, അതിൽ മാറ്റം വരുത്തിയാൽ അപകടമാണ്. മഴ പെയ്താൽ വെള്ളമിറങ്ങും. ആ വെള്ളം കെട്ടി നിൽക്കാനുള്ള സംവിധാനങ്ങൾ ഭൂമിയിലുണ്ട്, അത് ഒഴുകിപ്പോവാനുള്ള സംവിധാനങ്ങളുണ്ട്. ഭൂമിയിൽ വെള്ളം ഒഴുകിപ്പോവാനുള്ള സംവിധാനങ്ങൾക്ക് നാം തടസ്സമുണ്ടാക്കിയാൽ അതിന്റെ തിക്തഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പോഴങ്ങനെയാണല്ലോ, വെള്ളക്കെട്ടുകളൊക്കെ തൂർത്ത് നശിപ്പിച്ചപ്പോൾ ആ പ്രദേശത്തെ ആളുകൾക്ക് വെള്ളം അധികരിച്ച് പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ അല്ലാഹു തആല ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടി നിശ്ചയിച്ച ആണിക്കല്ലായി വെച്ചിട്ടുള്ള മലകൾ, പർവ്വതങ്ങൾ അതൊക്കെ ഇടിച്ച് നിരത്തി തരിപ്പണമാക്കിയാൽ അതിന്റെ ഫലവും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത്ത് ഐദീകും. നിങ്ങൾക്കുണ്ടാകുന്ന മുസീബത്തുകള്, നാശനഷ്ടങ്ങള് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമാണ്. ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. അത് ഒരാൾ പ്രവർത്തിച്ചു, ഒരു കൂട്ടം ആളുകൾ പ്രവർത്തിച്ചു, പക്ഷേ അതിന്റെ നാശനഷ്ടങ്ങൾ എല്ലാവരും അനുഭവിക്കേണ്ടി വരും. ആരും വിട്ടുപോവാത്ത ഒരു അനുഭവമാണ് അതിലുണ്ടാവുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സന്ദർഭങ്ങളിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നുമുണ്ട്. അല്ലാഹ് വ്യക്തമാക്കി തരുന്നു. ഇതൊക്കെ നമ്മുടെ കണ്ണു തുറപ്പിക്കണം. വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ. കടലിലും കരയിലും നാശങ്ങൾ വ്യാപിച്ചു. ബിമാ കസബത്ത് ഐദിന്നാസ്. മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി. ഈ നല്ല ഭൂമി, ഭൂമിയിലെ നല്ല അന്തരീക്ഷം, ശുദ്ധമായ വായു, ആവശ്യത്തിന് വെള്ളം, നല്ല വെളിച്ചം, ചെടികൾ, മരങ്ങൾ, മലകൾ, സമുദ്രങ്ങൾ, ഈ പ്രകൃതിയിലുള്ള വസ്തുക്കളെല്ലാം വളരെ നല്ലതാണ്, വളരെ ശുദ്ധമാണ്, വളരെ മനോഹരമാണ്. മനുഷ്യരെന്ത് ചെയ്തു? മനുഷ്യർ വായുവിലും വെള്ളത്തിലും കടലിലും കരയിലും വിഷാംശങ്ങൾ പ്രചരിപ്പിച്ചു, വമ്പിച്ച വിഷങ്ങൾ പ്രചരിച്ചു. അതുപോലെ തന്നെ പരിസ്ഥിതി കയ്യേറി അതാകെ നശിപ്പിച്ചു കളഞ്ഞു. അപ്പം മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി കടലിലും കരയിലും നാശം വ്യാപിച്ചു എന്ന് അള്ളാഹു പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ ചിന്തിക്കുന്ന, പഠനം നടത്തുന്ന, ശാസ്ത്രബോധമുള്ള ആളുകൾ കൂടുതലായി അന്വേഷിക്കേണ്ടതാണ്. ലിയുദീഖഹും ബഅദല്ലദീ അമിലു. അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലം കുറച്ചൊക്കെ അവരും അനുഭവിക്കാൻ വേണ്ടിയാണ്. ലഅല്ലഹും യർജിഊൻ. എന്നിട്ട് അവർ പിന്മാറാൻ വേണ്ടിയാണ്. ഇപ്പൊ നോക്കൂ, നമ്മൾ പലപ്പോഴും പല പദ്ധതികളും സ്റ്റോപ്പ് ചെയ്യിക്കുന്നു. കാരണം അതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പല ഫാക്ടറികളും അടച്ചുപൂട്ടിക്കുന്നു. കാരണം അതുകൊണ്ട് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ട് എന്നതാണ്. ഇതൊക്കെ മുൻകൂട്ടിയുള്ള പഠനത്തിലൂടെ മനുഷ്യൻ മനസ്സിലാക്കിയിട്ട് വേണം അത്തരം പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാൻ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين اتقوا الله عباد الله. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. മനുഷ്യന് വന്നു ചേരുന്ന പ്രയാസങ്ങളും
ബുദ്ധിമുട്ടുകളും പരിഹരിക്കാൻ ഓരോ വ്യക്തിക്കും സാധിക്കണമെന്നില്ല, സാധിക്കുകയുമില്ല. അത്തരം സന്ദർഭങ്ങളിൽ ആളുകൾ പരസ്പരം സഹകരിച്ചും സഹായിച്ചും ആവശ്യമായ ഒത്താശകൾ ചെയ്തു കൊടുത്തുമാണ് ഓരോരുത്തരുടെയും പ്രയാസങ്ങൾ പരിഹരിക്കേണ്ടത്. ആ കൂട്ടത്തിൽ ഭരണം നടത്തുന്ന, ഭരണം ഏൽപ്പിക്കപ്പെട്ട സർക്കാരിനും വലിയ പങ്കുണ്ട്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. അല്ലാഹു തആല മനുഷ്യരെ സഹായിച്ചുകൊണ്ടിരിക്കും, മനുഷ്യർ അവരുടെ സഹോദരങ്ങളെ സഹായിക്കുന്ന കാലത്തോളം. അങ്ങനെ ഓരോ മനുഷ്യനും മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ അല്ലാഹു തആല ആ സഹായിക്കുന്ന ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കും എന്ന്. മകാന ഫി ഹാജത്തി അഖീഹി, ഏതൊരു മനുഷ്യൻ തന്റെ സഹോദരന് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നുവോ കാന അല്ലാഹു ഫി ഹാജത്തിഹി, അല്ലാഹു തആല അവന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇത് വിശ്വാസവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ സാമൂഹിക ക്ഷേമ പ്രവർത്തനത്തെ അല്ലാഹു പറയുന്നത്. അപ്പൊ നമ്മൾ പറയല്ലോ, മഴക്കെടുതിയിൽ പ്രയാസങ്ങളുള്ളവരെ സഹായിക്കണം, അവിടെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തണം എന്നൊക്കെ. അതിന് വിശ്വാസവുമായി ഒരു ബന്ധമുണ്ടാകുമ്പോഴേ ആ പ്രവർത്തനത്തിന് കൂടുതൽ ഒരു താല്പര്യം ഉണ്ടാകും എന്നത് ഉറപ്പാണ്. അത് നമുക്ക് കാണാം. ഇങ്ങനെ ഈമാനുള്ള ആളുകൾ, വിശ്വാസികളായ ആളുകൾ ദുരന്തമുഖത്ത് ചെയ്യുന്ന സേവനങ്ങൾ വളരെ വലുതാണ്. ഭൗതികവാദികളോ മതനിഷേധികളോ മതങ്ങളെ കളിയാക്കുന്നവരോ ആ രംഗത്ത് ഒരു സംഭാവനയും ചെയ്യുന്നില്ല. ആ രംഗത്ത് സേവനം ചെയ്യുന്നത്, പണം നൽകുന്നത്, അധ്വാനിക്കുന്നത് ഒക്കെ വിശ്വാസമുള്ള ആളുകളാണ്, മതബോധമുള്ളവരാണ്, പടച്ചവനെ കുറിച്ച് അറിയുന്ന ആളുകളാണ് എന്ന് കാണണം, മനസ്സിലാക്കണം. കാരണം അവരുടെ വിശ്വാസത്തിന്റെ ഉള്ളിലുള്ളത് അവർ ആളുകളെ സഹായിക്കണമെന്നാണ്. ആ സഹായം മൂലം അല്ലാഹു തആല അവരെ സഹായിക്കും എന്നതാണ്. ഈ ഹദീസ് ഇത്തരം സന്ദർഭങ്ങളിൽ നാം വളരെ നല്ല നിലയിൽ പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ആളുകൾക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ വരുന്നോ ആ ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കണം. ഒന്നാമതായി വരുന്ന പ്രയാസം വെള്ളവും ഭക്ഷണവും കിട്ടാതാവുന്നതാണ്. ശുദ്ധവെള്ളം കിട്ടാനില്ല, ഭക്ഷണവുമില്ല, ദിവസങ്ങളും ആഴ്ചകളും കഷ്ടപ്പെടുന്നു. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എല്ലാ പ്രയാസങ്ങളും സഹിക്കേണ്ടി വരും. അവിടെ ആദ്യമായി നൽകേണ്ടത് എന്താ? ഭക്ഷണമാണ്, വെള്ളമാണ്, ആഹാര വസ്തുക്കളാണ്. وَيُطْعِمُونَ الطَّعَامَ عَلَى حُبِّهِ مِسْكِينًا وَيَتِيمًا وَأَسِيرًا إِنَّمَا نُطْعِمُكُمْ لِوَجْهِ اللَّهِ لَا نُرِيدُ مِنكُمْ جَزَاءً وَلَا شُكُورًا. സൂറത്തുൽ ഇൻസാൻ 8 മുതൽ 12 വരെയുള്ള ആയത്തുകളാണ്. ഇതിൽ പറയുന്നത് നല്ല മനുഷ്യരെക്കുറിച്ച് അല്ലാഹു പറയാം. നല്ല മനുഷ്യർ, വിശ്വാസികൾ, അവരെങ്ങനെ? അവർ ഈ തഈമൂന തആമ, ഭക്ഷണം കൊടുക്കുന്നതാണ് അവര്. അലാ ഹുബ്ബിഹി, ആ ഭക്ഷണത്തോടുള്ള താല്പര്യത്തോടൊപ്പം. മറ്റൊരർത്ഥം അല്ലാഹുവിനോടുള്ള സ്നേഹത്തോടൊപ്പം. രണ്ടർത്ഥവും തഫ്സീറിലുണ്ട്. അത് ഞാൻ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഭക്ഷണം വേണം, ആ ഭക്ഷണം എനിക്ക് ആവശ്യമാണ്, എന്നിട്ടും ഞാൻ ഭക്ഷണം കൊടുക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കൊടുക്കുന്ന എന്തിനാണ്? അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്, അള്ളാഹു കൽപ്പിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ഭക്ഷണം കൊടുക്കുക. ആർക്ക്? മിസ്കീനൻ വയതീമൻ വഅസീറ, മിസ്കീനായ ആളുകൾക്ക്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ പാവങ്ങൾ. അപ്പൊ ഫക്കീർ, മിസ്കീൻ രണ്ട് വിഭാഗത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. സക്കാത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകിൻ. അപ്പൊ ഫക്കീർ ആരാണ്, മിസ്കീൻ ഏതാണ്? അത് രണ്ട് വിഭാഗവും പാവങ്ങളാണ്, ദരിദ്രന്മാരാണ്. ഒരു വ്യത്യാസപ്പെടുത്തി പറയാറുള്ളത്, ഫക്കീർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ആൾക്കാർ, വരുമാനമില്ല, ജീവിക്കാൻ ആവശ്യമായ ഒന്നുമില്ല, ആണ് ഫക്കീർ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാവും, മതിയാവുന്നില്ല. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പണം തികയാത്ത ചെറിയ നിരക്ക് വരുമാനമുള്ള ആളുകൾ മിസ്കീനാണ്. അപ്പൊ പാവപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണം നൽകുക, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണമാണെങ്കിൽ ആവശ്യമാണെങ്കിൽ പോലും. അതാണ് അവരെന്താ പറയാ, ഇന്നമാനുതൈമുക്കും, ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ലിവജ്ഹില്ല, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ്. ലാ നുരീദു മിൻകും ജസാഅ, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല. വലാ ശുക്കൂറ, ഒരു നന്ദിയും, ഒരു നന്ദി വാക്ക് പോലും.
ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ, അത് ദാനം ചെയ്താൽ, ആ കിട്ടിയ ആളൊരു നന്ദി പ്രകാശിപ്പിക്കാൻ കൊടുത്തവൻ ആഗ്രഹിക്കുന്നില്ല, അത് കൊണ്ടുപോയാൽ മതി അവന്. അതുപോലെ തന്നെ അവനിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല, അറിയപ്പെടാൻ ആഗ്രഹില്ല, അല്ലാഹുവിന്റെ തൃപ്തി അത് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഭക്ഷണം നൽകേണ്ടത്. അങ്ങനെ ഭക്ഷണം നൽകാം. എന്നാലോ ഭക്ഷണം നൽകുന്നത് നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ വേറെയും ആളുകൾ ആ മാർഗത്തിൽ നൽകും. അങ്ങനെയാകുമ്പോൾ ആ ഉദ്ദേശത്തിന് ദാനധർമ്മങ്ങൾ പരസ്യം ചെയ്യാം എന്നും ഖുർആനിൽ വന്നിട്ടുണ്ട്. അത് രണ്ടു നിലക്കും ആകാം എന്ന്. എന്നാൽ വലത് കൈകൊണ്ട് കൊടുത്തത് ഇടത് കൈ അറിയാത്ത നിലക്കുള്ള ദാനം, അതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. وآتِ ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا. കുടുംബക്കാർക്ക്, അടുത്ത കുടുംബക്കാർക്ക് അവരുടെ അവകാശം കൊടുക്കണം. മിസ്കീന്മാർക്ക്, അതുപോലെ തന്നെ ഇബ്നു സബീൽ, യാത്രയിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഇവർക്കൊക്കെ തന്നെയും നൽകണം നമ്മൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിലെ ഏറ്റവും നല്ല പുണ്യകർമ്മമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പലപ്പോഴും സഹാബിമാർ ചോദിച്ചിട്ടുണ്ട്, അയ്യുൽ ഇസ്ലാമി അഫ്ളൽ, ഏതാണ് ഇസ്ലാമിലെ ഏറ്റവും നല്ല കാര്യം എന്ന്. പല സന്ദർഭത്തിനനുസരിച്ചും ചോദ്യകർത്താവിന്റെ അവസ്ഥ അനുസരിച്ചും പല മറുപടികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിലൊരു മറുപടി തുത്ഇമു തആമ, ഭക്ഷണം കൊടുക്കുക, വതഖറഉ സലാമ, ആളുകൾക്ക് സമാധാനം അറിയിക്കുക, ആളുകളോട് സലാം പറയുക, അലാമൻ അറഫ്ത വമൻ ലം തഅരിഫ്, നീ അറിയുന്ന ആൾക്കും അറിയാത്ത ആൾക്കും ഒക്കെ സമാധാന സന്ദേശം എത്തിക്കുക, സലാം പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഒരു ഹദീസിലുണ്ട്, അഫ്ശു സലാമ, ജനങ്ങളെ നിങ്ങൾ യാ അയ്യുഹന്നാസ് അഫ്ശു സലാമ, നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക. ഈ സലാം പറയുന്ന ആളുകള് ശാന്തരായി ജീവിക്കുകയും വേണം, ശാന്തിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വേണം. കലഹങ്ങളും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും അതൊക്കെ ഉണ്ടാക്കിയത് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അഫ്ശു സലാമ, സലാം പ്രചരിപ്പിക്കുക. വഅതീമു തആമ, ഭക്ഷണം കൊടുക്കുക. വസല്ലു ബില്ലൈൽ വന്നാസു നിയാം, രാത്രിയിൽ ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുക. പിന്നെ പറഞ്ഞിട്ടുണ്ട് വസിലുൽ അർഹാമ, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ പുലർത്തുക, വിട്ടുപോകാതെ. വല്ല നിലക്കും കുടുംബബന്ധം മുറിഞ്ഞുപോയാൽ വീണ്ടും കൂട്ടിച്ചേർക്കണം. കുടുംബബന്ധം വലിയ കാര്യമായിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾ സ്വർഗത്തിൽ സമാധാനത്തോടുകൂടി നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്യുക. അപ്പൊ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞതിലും തുത്ഇമു തആമ, നിങ്ങൾ ഭക്ഷണം നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും ഈ ദുരന്തം ഉണ്ടായ സന്ദർഭത്തിൽ പള്ളി, മഹല്ലുകൾ, സാംസ്കാരിക വേദികൾ, സർക്കാർ സംവിധാനങ്ങൾ, മതസംഘടനകൾ ഒക്കെ തന്നെയും ഭക്ഷണവും വസ്ത്രവും മരുന്നും പണവും ഒക്കെ ശേഖരിച്ച് ദുരിതപ്രദേശത്ത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മളും ചെയ്യണം, അതിനുള്ള സംവിധാനങ്ങളിൽ എത്തിച്ചു കൊടുക്കണം എന്നുകൂടി സൂചിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളിൽ രോഗങ്ങളും പ്രയാസങ്ങളും മൂലം കഷ്ടപ്പെടുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിച്ച് തരണമേ. ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹമായി നീ നൽകുന്ന മഴയും അനുബന്ധ കാര്യങ്ങളും എല്ലാ മനുഷ്യർക്കും ഉപകാരപ്പെടുന്ന വിധത്തിൽ ആക്കി തീർക്കണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.